വെൽക്കം ടു മൂവി ബ്രാൻഡ്. സൂര്യകിരണിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സിനിമാ ലോകവും സുഹൃത്തുക്കളും. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് അത്രയേറെ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു സൂര്യകിരൺ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് മാസ്റ്റർ സുരേഷ് എന്ന സൂര്യകിരൺ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ ആണ് മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ നല്ലതെങ്കിലും സംവിധായകൻ എന്ന നിലയിൽ പിന്നീട് തിളങ്ങിയ വ്യക്തിത്വമാണ് സൂര്യകിരണിന്റേത്. മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ അടക്കം 200ഓളം സിനിമകളിൽ ബാലതാരമായി മാത്രം സൂര്യകിരൺ വേഷമിട്ടിട്ടുണ്ട്. അക്കാലത്തെ ഏറ്റവും ഡിമാൻഡുള്ള ബാലതാരവുമായിരുന്നു സൂര്യകിരൺ. പ്രായത്തിലും മുകളിൽ നിൽക്കുന്ന പക്വത അഭിനയത്തിലുണ്ടായിരുന്നു എന്നതു തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. 2003 ആദ്യ ചിത്രം സംവിധാനം ചെയ്തു. തുടർന്ന് തെലുങ്കിൽ സത്യം അടക്കം നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കി. അരസി എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കവെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ് സൂര്യകിരൺ. എന്നാൽ മലയാളിയാണെന്ന് പലർക്കും അറിയുമായിരുന്നില്ലെന്നതാണ് സത്യം. പ്രശസ്ത ടെലിവിഷൻ താരം സുജിത സഹോദരിയാണ്. നടി കാവേരിയുടെ മുൻ ഭർത്താവ് കൂടിയാണ് സൂര്യകിരൺ. അടുത്തിടെയായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ഇദ്ദേഹത്തിന്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്നാണ് സൂര്യകിരണിന്റെ വിയോഗം. മഞ്ഞപ്പിത്തം ബാധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. മഞ്ഞപ്പിത്തം ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ഹൃദയാഘാതം സംഭവിക്കുകയും ആയിരുന്നു പെട്ടെന്നുള്ള മരണത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട്. മഞ്ഞപ്പിത്തം മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോഴും കാവേരിയെ കാണണമെന്ന് സൂര്യകിരൺ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ കാവേരി കാണാൻ കൂട്ടാക്കിയില്ലെന്നുമാണ് സൂര്യകിരണിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാവേരി അവസാനമായി ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടും നടി വന്നില്ല. അങ്ങനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം സാധിക്കാതെയാണ് നടൻ വിടവാങ്ങിയതെന്നാണ് പലരും പറയുന്നത്. ഈ വേളയിൽ കാവേരിയെക്കുറിച്ച് സൂര്യകിരൺ മുൻപ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നുണ്ട്. തെലുങ്ക് സിനിമയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് സംവിധായകനായ സൂര്യകിരണുമായി കാവേരി പ്രണയത്തിലായത്. 2010 ഇവരുടെ വിവാഹം. ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു ഇടക്കാലത്ത് പ്രചരിച്ചത്. ഗോസിപ്പ് കോളങ്ങളിലൂടെ പ്രചരിച്ച വാർത്ത ശരിയാണെന്ന് സൂര്യകിരണാണ് സ്ഥിരീകരിച്ചത്. തെലുങ്ക് ബിഗ് ബോസ് സീസൺ 4 അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാവേരി വേർപിരിഞ്ഞതെന്നും താൻ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും സൂര്യകിരൺ അഭിമുഖത്തിൽ പറയുന്നു. അവൾ എന്നെ ഉപേക്ഷിച്ചു പോയെന്നത് സത്യമാണ്, പക്ഷെ ഞാൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നു. അതെന്റെ തീരുമാനമായിരുന്നില്ല. എനിക്കൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നതാണ് അവൾ കാരണമായി പറഞ്ഞത്. കല്യാണിയുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ എനിക്കാവില്ല. അവളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു എന്നും സൂര്യകിരൺ പറഞ്ഞിരുന്നു. സൂര്യയ്ക്കുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണ് ദമ്പതികൾ വേർപിരിയാനുള്ള കാരണമെന്ന് സഹോദരിയും പ്രശസ്ത നടിയുമായ സുജിത ധനുഷ് ഈയിടെ വെളിപ്പെടുത്തുകയുണ്ടായി. കടബാധ്യതകൾ ഏറിയതോടെ ജ്യേഷ്ഠൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമയായി മാറിയെന്നും സുജിത പറഞ്ഞിരുന്നു. 2010 വിവാഹിതരായ ഇരുവരും 2016 വിവാഹമോചിതരാകുകയായിരുന്നു.